بسم الله الرحمن الرحيم. والذي نزل من السماء ماء بقدر فأنشرنا به بلدة ميتا كذلك تخرجون والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون وجعلوا له من عباده جزءا إن الإنسان لكفور مبين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1725 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഹ്റഫിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 2-ാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذي نزل من السماء ماء بقدر فأنشرنا به بلدة ميتا كذلك تخرجون والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون وجعلوا له من عباده جزءا إن الإنسان لكفور مبين. صدق الله العلي العظيم. സൂറത്ത് സുഹ്റഫിലെ തുടക്കത്തിലുള്ള ഏതാനും ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുഹ്റഫ് സൂറത്തിന്റെ പഠനം പൂർത്തിയാക്കിയതിനെ തുടർന്ന് നമ്മൾ ഈ സൂറത്തിന്റെ പഠനവേളയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ പരിഗണിച്ചു വരികയാണ്. ഏതാനും ചോദ്യങ്ങൾ ഇന്നലെ നമ്മൾ പരിഗണിക്കുകയുണ്ടായി. തുടർന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ ഇന്നും നാളെയും കൂടി ഈ ചോദ്യോത്തര ആവശ്യങ്ങൾക്കായിട്ട് നീക്കിവെക്കുകയാണ്. നാളത്തോടെ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഖുർആൻ വായിക്കുമ്പോൾ കിട്ടുന്ന പ്രതീതി സ്ത്രീകൾക്ക് തുല്യതക്ക് പകരം ഒരു രണ്ടാം തരം സ്ഥാനമാണ് ഉള്ളത് എന്നാണ്. ഖുർആൻ സ്ത്രീകളെ കൃഷിയിടമായിട്ട് കാണുന്നു. കർഷകർക്ക് കീഴടങ്ങി ആണല്ലോ കൃഷിയിടം നിലകൊള്ളുന്നത് എന്നാണ് ഈ ചോദ്യം ഉന്നയിച്ച ആള് പറയുന്നത്. അപ്പോ ഖുർആൻ വായിക്കുമ്പോൾ സ്ത്രീകൾക്ക് തുല്യതക്ക് പകരം ഒരു തരം രണ്ടാം സ്ഥാനമാണ് എന്ന പരിഗണനയാണ് ഇദ്ദേഹത്തിന് എന്ന ഒരു തോന്നലാണ് ഉണ്ടാകുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഒരു തോന്നൽ അടിസ്ഥാനപരമായി ശരിയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ രണ്ടാം തരം സ്ഥാനം ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് വിശുദ്ധ ഖുർആൻ ഒന്നാം തരം അല്ല, അതിനേക്കാളും ഒരു മുകളിൽ ഒരു പദവി ഉണ്ടെങ്കിൽ ആ പദവിയാണ് കൊടുത്തിട്ടുള്ളത് എന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ
വേറെ ചില കാര്യങ്ങളിൽ സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകമായ ചുമതലയും ഉത്തരവാദിത്വമൊക്കെ പുരുഷനെ ഏൽപ്പിച്ചുകൊണ്ട് പുരുഷനെ ഒരു ഉത്തരവാദിത്വവും പദവിയും ഒക്കെ നൽകിക്കൊണ്ട് അള്ളാഹു ചില ചുമതലകളുടെ ആളാക്കി വെച്ചതും കാണാം. അവിടെയും ആരാണ് പ്രിവിലേജ്ഡ് ആവുന്നത്, ആരാണ് പ്രത്യേകമായി ആദരിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായ സംരക്ഷണവും അതുപോലെ അവരുടെ കാര്യങ്ങളിൽ ചുമതലയും ഒക്കെയുള്ള വിധത്തിലാണ് പുരുഷനെ ആ ദൗത്യം അല്ലാഹു ഏൽപ്പിക്കുന്നത്. അപ്പോ ആദരിക്കപ്പെടുന്നത്, പദവിയിൽ ഉയർത്തി നിർത്തപ്പെട്ടിട്ടുള്ളത് സ്ത്രീയാണോ പുരുഷനാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത പദ്ധതിയിൽ സ്ത്രീക്ക് വളരെ മഹത്തരമായ ഒരു സ്ഥാനമുണ്ടെന്നും മാത്രമല്ല, സ്ത്രീയുടെ ജന്മദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകതകൾ കാരണമായി സ്ത്രീയുടെ കാര്യത്തില് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ പുരുഷനെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് ഖുർആന്റെ വിവരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കൃഷിയിടമായിട്ട് ഖുർആൻ പരാമർശിച്ചു എന്ന് ഹെർസുൻ ലക്കും, നിസാഉക്കും ഹെർസുൻ ലക്കും എന്നൊരു പ്രയോഗം ഉള്ളത് കാരണമായി സ്ത്രീ അധമയാണ്, സ്ത്രീയേക്കാൾ പുരുഷനാണ് ഉയർന്നു നിൽക്കുന്നത് എന്ന് ധാരണയിൽ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നോഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകളെ അള്ളാഹു വലിയൊരു ചുമതലയും ബാധ്യതയും ഉത്തരവാദിത്വവും ഒക്കെ ആയിട്ട് പുരുഷനെ ഏൽപ്പിച്ചതിന്റെ ഒരു ആലങ്കാരികമായ വിവരണമാണ് നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ പത്നിമാർ നിങ്ങളുടെ വിളയിടങ്ങളാണ് എന്ന് പറയുന്നത്. അത് സ്ത്രീയും പുരുഷനും എന്ന ഒരു ബൈനറിയുടെ ഒരു പശ്ചാത്തലത്തില് ഒരു കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മെറ്റഫർ ഉപയോഗിക്കുകയാണെങ്കിൽ അതില് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ആ കമ്പാരിസൺ ഫലപ്രദമായി നടപ്പിലാക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചോദ്യം ഉന്നയിച്ച ആൾക്ക് അങ്ങനെ പറ്റുമല്ലോ. അവിടെ നിങ്ങൾ മറിച്ച് പറയുമോ, നിങ്ങൾ ആണ് പുരുഷന്മാർ കൃഷിയിടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ? അതുപോലെ സ്ത്രീകൾ കർഷകരാണ് എന്ന നിലക്കാണോ സ്ത്രീകളോടാണോ പറയുക? അത് ഒരിക്കലും സാധ്യമല്ലല്ലോ. സാധ്യമാകുന്ന ഒരേ ഒരു മെറ്റഫർ എന്ന് പറയുന്നത് ഈ വിഷയത്തില് കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മെറ്റഫറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുരുഷനെ കർഷകനായി കണ്ടുകൊണ്ടും സ്ത്രീയെ വിളയിടമായി കണ്ടുകൊണ്ടും തന്നെയാണ് പറയാൻ സാധിക്കുക. അതാണ് അതിന്റെ ശരിയും. അതില് ഏത് കർഷകനാണ് സ്വന്തം വിളയിടത്തിനോട് തന്നെക്കാൾ വിലപ്പെട്ടതായിട്ട് അയാൾക്ക് തോന്നാതിരിക്കുന്ന ഒരു സമീപനം ഉണ്ടാവുക? കർഷകനാണെങ്കിൽ അയാളുടെ മണ്ണ്, അയാൾ കൃഷി ചെയ്യുന്ന ആ കൃഷിയിടത്തിനെ അയാൾക്ക് അത്രയും വലിയ പാഷനേറ്റ് ആയിട്ട് അതിൽ അയാൾ ഇൻവോൾവ് ആയിരിക്കും. കർഷകനാണെങ്കിൽ ഒരു സ്ഥലം വിലക്ക് വാങ്ങിയൊരു ഉടമയായാൽ ആ ഫീലിംഗ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കർഷകനാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ആ കൃഷിയിടം എന്ന് പറയുന്നത് അയാൾക്ക് വലിയ മതിപ്പോട് കൂടി, വലിയ പരിഗണനയോടുകൂടി മാത്രം അയാൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതിയായിരിക്കും. ഒരിക്കലും തന്നെ വില കുറച്ച് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ചവിട്ടി മെതിക്കുന്ന ഒരു രീതിയിലൊന്നും സമീപിക്കില്ല. ഈ ചോദ്യം ഉന്നയിച്ച ആള് കൃഷിയിടത്തിനോട് എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു കർഷകന്റെ നിലപാട് എന്റെ നിരീക്ഷണത്തില് അയാളുടെ കൃഷിയിടത്തിന്റെ ആ മണ്ണ് നശിച്ചു പോകാതെ, ചീത്തയായി പോവാതെ അതിനേറ്റവും നല്ല നിലയിൽ അതിന്റെ കളകളൊക്കെ മാറ്റി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വിധത്തില് സമയാസമയങ്ങളിൽ വളം ചെയ്ത് ഒക്കെ അതിനെ സംരക്ഷിച്ച് അതിനേറ്റവും അമൂല്യമായൊരു നിധിയായിട്ടാണ് ഒരു കർഷകൻ പരിഗണിക്കുക. കർഷകന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് തന്നെ അങ്ങനെയാണ്. മണ്ണ് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു
ഒരാളെ വല്ലാതെ വികാരഭരിതനാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണും ഇടവും ഒക്കെ കാണുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിൽ വല്ലാത്തൊരു കോരിത്തരിപ്പൊക്കെ ഉണ്ടാവും. കാരണം കൃഷി എന്ന് പറയുന്നത് അങ്ങനെ വൈകാരികമായിട്ട് മാത്രം ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചെറിയ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോ അതൊരു മോശമായ പ്രയോഗമായിട്ട് ഒരിക്കലും തന്നെ ഖുർആൻ പരാമർശിച്ചിട്ടില്ല. അത് ആളുകള് അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് അവരുടെ മനോവൈകല്യം കാരണമായിട്ടാണ്. ഈ ആണും പെണ്ണും എന്ന ബൈനറിയെ ഒരു കാർഷിക സംസ്കൃതിയുടെ പശ്ചാത്തലത്തിലെ ഒരു സംഗതിയുമായി ഉപമിക്കുമ്പോൾ സ്വാഭാവികമായും ആണിനെ കർഷകനായിട്ടും പെണ്ണിനെ വിളയിടമായിട്ടും തന്നെയാണ് കാണുന്നത്. പക്ഷെ അതില് വലിയൊരു ഉത്തരവാദിത്വ ബോധം, ദൗത്യ നിർവഹണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് അതിലടങ്ങിയിട്ടുണ്ട്. അതിനെയും ആളുകള് ഇപ്പം ഒരേ സംഗതിയെ നമ്മള് വളരെ വികലമായിട്ടും വളരെ ഭവനമായിട്ടും പറയല്ലോ. ഇപ്പൊ ഇവിടെ ചിലര് മുസ്ലിം സമുദായത്തെ പരാമർശിച്ചുകൊണ്ട് പന്നിപ്പേറ് നടത്തുന്നവരെന്ന് പറയുന്ന കേൾക്കാം. ഒരു കുഞ്ഞിനെ ജന്മം നൽകി ആ കുഞ്ഞിനെ വളർത്തി പരിപാലിക്കുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായ ധാർമ്മികമായ വലിയ പവിത്രമായ ഒരു ദൗത്യമാണ് എന്നത് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ അഗ്ലി സ്റ്റേറ്റ്മെന്റ് എന്നാണ് തോന്നുന്നത്. പന്നിപ്പേർ എന്നൊക്കെ പറഞ്ഞു എത്ര മക്കളുണ്ടായാലും ഒരാളും അതിനെ അങ്ങനെ പറയൂല. അത് പറയാൻ കഴിയുന്നത് അത്രയും നികൃഷ്ടമായ മനസ്സിന്റെ ഉടമകളായതുകൊണ്ടാണ്. ഒരു കുഞ്ഞിനെ പോറ്റി വളർത്തി ഒരു സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ള ഒരു കാര്യം എത്ര പാവനമായ ഒരു കാര്യമാണെന്നുള്ളത് അറിയുന്ന ഒരാൾക്ക് ഈ ആ പ്രസവത്തിനെ കുറിച്ചോ ഗർഭധാരണത്തെ കുറിച്ചോ ഗർഭം ചുമക്കുന്നതിനെ കുറിച്ചോ പ്രസവത്തെ കുറിച്ചോ മുലയൂട്ടുന്നതിനെ കുറിച്ചോ കുഞ്ഞിനെ വളർത്തി പരിപാലിച്ച് സംസ്കാര സമ്പന്നനാക്കി കൊണ്ടുവരുന്നതിനെ കുറിച്ചോ ഒന്നും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അതൊക്കെ വളരെ ഡേർട്ടിയായ മനസ്സിന്റെ ഉടമകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഈ കമ്പാരിസണും. അത് നമ്മള് എന്ത് ആറ്റിറ്റ്യൂഡിലാണ് കാര്യങ്ങളെ നോക്കി കാണുന്നത് എന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഖുർആനിൽ അങ്ങനെ സ്ത്രീയെ രണ്ടാം തരമായിട്ട് കാണുന്ന ഒരു സംഗതി എനിക്ക് കാണാനേ പറ്റിയിട്ടില്ല. ഖുർആൻ വളരെ സമഗ്രമായി കാര്യങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്നതിനാൽ തന്നെ ആണിന്റെ കാര്യത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നു, പെണ്ണിനെ കുറിച്ചും വളരെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നു. പെണ്ണിന് താങ്ങാവുന്ന ചില ഉത്തരവാദിത്തങ്ങൾ അല്ല, പെണ്ണിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പെണ്ണിനെ ഏൽപ്പിക്കുന്നു, ആണ് തന്നെ നിർവഹിക്കേണ്ടതായ ചില കാര്യങ്ങൾ ആണിനെയും ഏൽപ്പിക്കുന്നു. അതാണ് വളരെ സമുന്നതമായ ഒരു സമീപനമായിട്ട് ആണിനെയും പെണ്ണിനെയും ഖുർആൻ വിവരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന ഏറ്റവും ആകർഷകമായ ഒരു കാര്യം. ഈ ഉപമ പോലും ഒരു കർഷകനും അയാളുടെ കൃഷിയിടവും എന്നത് തന്നെ ഏറ്റവും ഉന്നതമായ വൈകാരികതയുടെയും അതുപോലെ വളരെ പാവനമായ ഒരു ബന്ധത്തിന്റെയും ഒരു റിലേഷൻഷിപ്പാണ് അതിൽ കാണാൻ കഴിയുക എന്നത് കൃഷി അറിയുന്നവർക്കും കർഷകൻ അറിയുന്നവർക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടും. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. വിവാഹിതരായ മുഴുവൻ സ്ത്രീകളും മഹ്സനത്ത് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വലതു കൈകൾ എന്ന് പറഞ്ഞാൽ യുദ്ധം മൂലം ഉടമപ്പെടുത്തിയ സ്ത്രീകൾ ഒഴികെ എന്ന ആശയം ഇവിടെ സ്ത്രീകൾ വെറും ഉപകരണം മാത്രമാണ് എന്നല്ലേ പറഞ്ഞു വെച്ചത് എന്നാണ് ചോദ്യം. വിവാഹിതരായ മുഴുവൻ സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നത് മഹ്സനാത്ത് കല്യാണം ആലോചിച്ച് ചെല്ലാൻ പാടില്ലല്ലോ. അവര് വിവാഹിതകളാണ്, അവർക്ക് ഭർത്താക്കന്മാരുണ്ട്, അവര് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആ സ്റ്റേറ്റസിലുള്ള പെണ്ണുങ്ങളെ കല്യാണം ആലോചിച്ച് ചെല്ലാൻ പാടില്ല എന്നതാണ് ഖുർആൻ നൽകുന്ന ഒരു നിർദ്ദേശം. അതുപോലെ അവര് നിഷിദ്ധാണ്, നിഷിദ്ധായ വേറെയും ചില സ്ത്രീകളെ കാറ്റഗറീസ് ഉണ്ട് എന്നുള്ളത് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അത് ശരിയാണ്. അപ്പം യുദ്ധം മുതലായിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന സ്ത്രീകളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ തരം സ്ത്രീകളുടെ കാര്യത്തിൽ അവരൊഴികെ അവർ നിങ്ങൾക്ക് നിഷിദ്ധരല്ല എന്ന് പറയുന്നതിന്റെ ഒരു സൂചന യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന സ്ത്രീകളിൽ വിവാഹിതകൾ ഉണ്ടാകും.
അവരുടെ ഭർത്താക്കന്മാരും ഒരുപക്ഷെ മക്കളും ഒക്കെ മറുപക്ഷത്ത് ഉണ്ടാകും. പക്ഷെ യുദ്ധത്തിൽ ഇപ്പോ അവര് തടവുകാരായി പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിവാഹബന്ധം സസ്പെൻഡഡ് ആണ്. അത് പിന്നെ നിലനിൽക്കുന്നില്ല. ഇപ്പോ അവരുടെ സ്റ്റേറ്റസ് തടവുകാരി എന്നതാണ്. തടവുകാരികൾക്ക് ഇസ്ലാം വെച്ച വിധികള്, നിയമങ്ങള് ഒക്കെ ഈ അവര് ശത്രുപാളയത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ മുമ്പ് വിവാഹിതകളാണ്, അല്ലെങ്കിൽ അവർക്ക് കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട് എന്നതൊന്നും പിന്നെ നിലനിൽക്കുന്നില്ല. വേറൊരാളുടെ ഭാര്യയായിരുന്നു എന്നത് അത്. അപ്പം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ സ്റ്റേറ്റസ് എന്താ ഉണ്ടാവുക? പെണ്ണ് ആ ബന്ധം അവസാനിച്ചു അതോടെ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ. നേരത്തെ അവള് വിവാഹിതയായിരുന്നു, അവൾക്ക് അതിൽ മക്കളുണ്ട് എന്നതൊന്നും പിന്നെ നിലനിൽക്കുന്ന ഒരു വിഷയമല്ല. അവള് ആ വിവാഹ ബന്ധം കഴിഞ്ഞു, പൂർത്തിയായി, അതിന്റെ അജല് കഴിഞ്ഞു എന്നതാണ് ഇസ്ലാം അതിൽ കാണുന്ന ഒരു കാര്യം, ഒരു ഭർത്താവ് മരിച്ചുപോയ കാര്യത്തിൽ. ഇവിടെ യുദ്ധത്തിൽ തടവുകാരിയായി പിടിക്കപ്പെട്ട സ്ത്രീയുടെ കാര്യത്തിലും പിന്നെ ആ സ്റ്റേറ്റസ് നിലനിൽക്കുന്നില്ല. അവര് തടവുകാരിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ അവരുടെ കാര്യത്തിലൊഴികെ ഇവിടെ സ്ത്രീകൾ വെറും ഉപകരണം മാത്രമാണ് എന്നല്ലേ പറഞ്ഞു വെച്ചത്. ഇപ്പോ യുദ്ധത്തിൽ തടവുകാരിയായി പിടിക്കപ്പെട്ട സ്ത്രീകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളായിട്ട് സ്വീകരിക്കാമെന്നാണല്ലോ ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം. അവര് നിങ്ങൾക്ക് നിഷിദ്ധരല്ല. അവര് നേരത്തെ വിവാഹിതരായിരുന്നു എന്നതുകൊണ്ടും മക്കളുണ്ടായിരുന്നു എന്നതുകൊണ്ടും ഒന്നും തന്നെ അവരിപ്പോ നിങ്ങൾക്ക് നിഷിദ്ധകളല്ല. എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ഇണകളായിട്ട് സ്വീകരിക്കാമെന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. അവിടെ എവിടെയാണ് ഉപകരണങ്ങളായിട്ട് കാണുന്നത്? ലൈംഗിക ഉപകരണമായിട്ട് കാണുന്ന ഒരു രീതിയാണോ? അതല്ല, അവരെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കാം നിങ്ങൾക്ക് ഇണകളായിട്ട് എന്ന് അല്ലേ പറയുന്നത്? അതിലെവിടെയാണ് ഉപകരണം എന്നുള്ളത് ഉണ്ടാവുന്നത്? അവരെ നിങ്ങൾ കരുതിയത് അവരെ പാഞ്ഞു കയറി ചെന്ന് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അവരെ അവരുടെ കാര്യത്തില് നിങ്ങളുടെ ഇണകളായി സ്വീകരിക്കാനുള്ള ഒരു അനുമതി അള്ളാഹു നൽകുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അതുപോലെ അനുമതിയുള്ള എത്ര പേരുണ്ട്? ഇപ്പോ സ്വതന്ത്ര സ്ത്രീകളെ നിങ്ങൾക്ക്, അവിവാഹിതകളായ ഫതയാത്തിനെ നിങ്ങൾക്ക് വിവാഹം കഴിക്കല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ഏതെങ്കിലും കുടുംബത്തിലെ യുവതികളെ അങ്ങ് പാഞ്ഞു കയറി ചെന്നിട്ട് അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയാണോ ചെയ്യുക? അതോ നിങ്ങൾ വിവാഹം അന്വേഷിക്കുകയാണോ ചെയ്യുക? വിവാഹാലോചന നടത്തി അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ വിവാഹ ബന്ധത്തിലേക്ക് സ്വീകരിക്കുകയാണല്ലോ ചെയ്യുക. ഉറപ്പല്ലേ? അതുപോലെയുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ യുദ്ധത്തിൽ തടവുകാരിയായി പിടിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ അവരെ നിങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ ലൈംഗികമായിട്ട് അങ്ങ് പാഞ്ഞു കയറി ചെന്ന് ചൂഷണം ചെയ്യാം എന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. മറിച്ച് അവരുടെ കാര്യത്തിൽ ചുമതല ഏൽക്കാനുള്ള ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആളുകളും സമൂഹവും സംവിധാനങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾക്ക് ഇണകളായിട്ട് സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. അതിനുള്ള അനുമതിയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അവരെ വിവാഹിതരാണ് എന്ന സ്റ്റേറ്റസിൽ അവർ നിലനിൽക്കുന്നില്ല. അവരെ നിങ്ങൾക്ക് ഇണകളായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഇണകളായിട്ട് സ്വീകരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അതിന് സന്നദ്ധത വേണം. നിങ്ങൾ അതിന്റെ ചുമതലയും ഉത്തരവാദിത്വം ഒക്കെ നിർവഹിക്കുന്നവരാകണം. രണ്ടാമത് ആ പെണ്ണ് സന്നദ്ധയാവണം. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും അനുമതി ലഭിക്കുമോ? അങ്ങനൊന്നുമില്ല, സാധ്യമല്ലല്ലോ. ആരെയെങ്കിലും നിങ്ങൾക്ക് റേപ്പ് ചെയ്യാൻ ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ടോ? അത് നിങ്ങളുടെ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും റേപ്പ് ചെയ്യാൻ ഇസ്ലാം അനുവാദം തന്നിട്ടില്ല. അത് ഈ തടവുകാരികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവരെ നിങ്ങൾ ഇണകളായി സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാൻ അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇണകളെ പോലെ അവരോടൊപ്പം ജീവിക്കാം. അത് വളരെ ആദരണീയമായ ഒരു പദവിയാണത്, നിങ്ങളുടെ ഇണയായി മാറുന്നു എന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതില് സന്താനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം, അവരുടെ സംരക്ഷണ ഉത്തരവാദിത്വം, അവരുടെ വിദ്യാഭ്യാസം, ഈ സ്ത്രീകളുടെ സംരക്ഷണം, അവരുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ വിധ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റുകൊണ്ട് നിങ്ങൾ അവരെ ഇണകളായിട്ട് സ്വീകരിക്കുന്നുവെങ്കിൽ അതിന് ഇസ്ലാം അനുവാദം തരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ അവിടെ അവരെ കയറി പിടികൂടി നിങ്ങൾ
ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കണം എന്ന് ഇസ്ലാം പറയല്ല ചെയ്യുന്നത്. അത് അവർക്ക് വലിയ പരിഗണന കൊടുക്കുകയാണ് ഇസ്ലാം ചെയ്തിരിക്കുന്നത്. അനന്തമായി ഒരു പക്ഷേ യുഗങ്ങളോളം ഈ 10ഉം 20ഉം 30ഉം 40ഉം വർഷങ്ങൾ തടവറയിൽ കിടക്കുന്ന ഒരവസ്ഥ, യുദ്ധ തടവുകാരിയായിട്ട് കിടക്കുന്ന ഒരവസ്ഥ അല്ല അള്ളാഹു നിർദ്ദേശിക്കുന്നത്. മറിച്ച് അവരെ മനുഷ്യരായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സാധ്യത തുറന്നു വെക്കുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം ആ പെണ്ണുങ്ങള് അതിന് കൂട്ടാക്കണമെന്നോ അല്ലെങ്കിൽ അതിന് ചുമതല ഏറ്റെടുക്കാൻ സന്നദ്ധരാകുന്ന ആണുങ്ങൾക്ക് അവരുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് അവരങ്ങ് പ്രയോജനപ്പെടുത്താമെന്നോ ഒന്നുമല്ല. അതിന് ചില നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ നിങ്ങളുടെ ഈ ധാരണകളൊക്കെ തന്നെയും വളരെ അടിസ്ഥാനരഹിതമായതാണ്. മറ്റൊന്ന്, ഒരു ADGP എന്നൊക്കെയുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സ്രഷ്ടാവിന്റെ കഴിവിൽ പെടാത്തത് സൃഷ്ടികളോടും സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് സ്രഷ്ടാവിനോടും തേടാനും പഠിപ്പിക്കുന്നത് 50-50 തൗഹീദാണ്. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കുറെ തവണ തിരിച്ചു മറിച്ചൊക്കെ വായിച്ചു നോക്കി. എനിക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല. ഈ ചോദ്യം മനസ്സിലാവുന്ന ഭാഷയിൽ രണ്ടാമതൊന്ന് വേർഡ് ചെയ്തിട്ട് ബന്ധപ്പെട്ട ആള് അയക്കുകയാണെങ്കിൽ ഞാൻ പ്രതികരിക്കാം. ഈ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതെ വിടുന്നത്. അയാൾ തന്നെ ഉന്നയിച്ച മറ്റൊരു ചോദ്യം, അള്ളാഹു കേൾപ്പിക്കുമ്പോൾ മാത്രമേ ജീവിച്ചിരിക്കുന്ന മനുഷ്യരും കേൾക്കൂ എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അല്ലാതെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴല്ല മനുഷ്യൻ കേൾക്കുന്നതെന്ന്. അത് കേൾക്കാൻ കേൾവിശേഷിയുള്ള ആളുകൾ ആണെങ്കിലും കേൾക്കുക എന്നൊരു പ്രക്രിയ നടക്കുന്നത് അള്ളാഹു അയാൾക്ക് അതിനു വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടാണ്. കേൾവി, അപ്പൊ നമ്മൾ നല്ല കേൾവിയുള്ളവരായിരിക്കെ തന്നെ ചില സംഗതികൾ നമ്മൾ കേൾക്കാതിരിക്കാം, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സംഗതി എന്തെങ്കിലും പിഴവുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിൽ ഒരു ചോദ്യം അടങ്ങിയിട്ടുള്ളതും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിടുകയാണ്. പിന്നെ വേറെ ഒന്ന്, ഇന്നത്തെ ഇസ്ലാമിക സമൂഹത്തിലും പരമ്പരാഗത വിശ്വാസങ്ങൾ പിന്തുടരുന്ന രീതിയല്ലേ കാണുന്നത്. മദ്രസ വിദ്യാഭ്യാസം എന്ന പിഞ്ചു മനസ്സുകളെ മതം പഠിപ്പിക്കുന്ന രീതിയും കൂടിയുണ്ട്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മതവിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന സുന്നത്ത് കല്യാണം അതിന്റെ ഭാഗമല്ലേ എന്നാണ്. അപ്പം ഇന്നത്തെ മുസ്ലിം സമൂഹം പരമ്പരാഗത വിശ്വാസങ്ങൾ പിന്തുടരുന്ന രീതിയല്ലേ കാണുന്നതെന്ന് ചോദിച്ചാൽ, പരമ്പരാഗത വിശ്വാസം എന്നത് വളരെ കൃത്യമായ അടിത്തറകൾ ഉള്ളതാണെങ്കിൽ ഖുർആനും സുന്നത്തും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വാസവും അതുപോലെ കർമ്മ അനുഷ്ഠാന രീതികളും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്താ കുഴപ്പം? അത് തന്നെയാണല്ലോ വേണ്ടത്. അങ്ങനെ പരമ്പരാഗതമായിട്ട് കിട്ടിയതാണ് എന്നതിന്റെ പേരിലൊന്നും ഒഴിവാക്കപ്പെടേണ്ടതില്ല. ശരിയാണെങ്കിൽ അത് പാരമ്പര്യ രീതിയിൽ വന്നതാണെങ്കിലും അല്ലാത്ത നിലക്ക് രൂപപ്പെട്ടതാണെങ്കിലും ഒക്കെ ശരി തന്നെയാണ്. അതില് തള്ളിക്കളയേണ്ടതായിട്ട് യാതൊന്നുമില്ല. മദ്രസ വിദ്യാഭ്യാസം പിഞ്ചുകുട്ടികളെ മദ്രസ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതല്ലാതെ പിന്നെ അഡൽട്ട് എഡ്യൂക്കേഷൻ സെന്റർ തുടങ്ങണം. എന്താണ് ഇയാൾ പറയുന്നത്? നിങ്ങൾ സ്കൂളിലേക്കും KG സ്കൂളിലേക്കും പ്ലേ സ്കൂളിലേക്കും ഒക്കെ കുട്ടികളെ പറഞ്ഞേക്കുന്നത് ചെറിയ പ്രായത്തിലല്ലേ? അവരെ പഠിപ്പിക്കുന്നത് ചെറിയ പ്രായത്തിലാണല്ലോ. വയസ്സായ ആളുകളെയാണോ സ്കൂൾ നടത്തിയിട്ട് പഠിക്കാൻ വേണ്ടി വിളിക്കുക? എന്തൊരു ഫൂളിഷായ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. മദ്രസ വിദ്യാഭ്യാസം പിഞ്ചു കുട്ടികളെ മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മതം എന്നല്ല, എല്ലാം പഠിപ്പിക്കുന്നത് ആ പ്രായത്തിൽ നിന്നല്ല. ചെറിയ പ്രായത്തിലാണല്ലോ കുട്ടികൾക്ക് ഇതൊക്കെ വേണ്ടി വരിക. വലിയ ആളുകളായി ജീവിതത്തിൽ പല ടാസ്കും റോളും ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് പഠിപ്പിക്കാൻ കഴിയും? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ നൽകുന്ന ഒരു സംഗതിക്കാണ്. അതാണല്ലോ ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. കുട്ടികളുടെ വളർച്ചയുടെ പ്രായത്തിലാണ് ഒക്കെ നൽകേണ്ടത്. അതിലെന്താണ് സംശയമുള്ളത്? മതം ആയതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാത്ത വിഷയമാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് വേറെ പഠിച്ചു നോക്ക്. മതം നല്ലതാണെങ്കിൽ അത് പഠിപ്പിക്കണതും നല്ലതാണ്. മതം വെടക്കാണെങ്കിൽ അത് പഠിപ്പിക്കുന്നതും ദൂഷ്യഫലങ്ങൾ ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് പഠിപ്പിക്കുന്നത് ഏത് മതമാണ്, അത് ബുദ്ധിപരമായ അടിത്തറയിൽ ഉള്ളതാണോ അല്ലേ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. വളരെ ഫൂളിഷായ വിഗ്രഹാരാധന പോലെയുള്ള അബദ്ധങ്ങൾ പഠിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ കുട്ടികളോട് ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ്.
അതിലെന്താ സംശയമുള്ളത്? മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത, യുക്തിക്ക് നിരക്കാത്ത തരം വിശ്വാസങ്ങൾ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ചെറിയ പ്രായത്തിൽ അവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. പക്ഷെ അത് നിരോധിക്കണമെന്നൊന്നും നമ്മൾ പറയില്ല. അങ്ങനെയാണെങ്കിൽ നാട്ടില് ഒരച്ഛനും മക്കളെ വളർത്താനുള്ള അർഹത ഉണ്ടാവില്ലല്ലോ, ഒരമ്മക്കും അത് ചെയ്യാനുള്ള അർഹത ഉണ്ടാവില്ലല്ലോ. കാരണം അവരൊക്കെയും പിന്തുടരുന്നതല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിലും ചെറിയ പ്രായത്തിൽ പിഞ്ചു മക്കളെ മദ്രസയിൽ പഠിപ്പിക്കുന്നു എന്നതിൽ യാതൊരു കുഴപ്പമില്ല. പഠിപ്പിക്കുന്ന സംഗതി ശരിയാണോ തെറ്റാണോ എന്നാണ് നോക്കേണ്ടത്. തെറ്റ് പഠിപ്പിക്കുന്ന അച്ഛനും അമ്മയുണ്ട്, ഇല്ലേ? എത്രയോ അച്ഛനെയും അമ്മയെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും കുട്ടികളെ വളരെ ഫൂളിഷായ ആശയങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഫൂളിഷായ ശാസ്ത്രത്തിന്റെ പേരിൽ പല അബദ്ധങ്ങളും പഠിപ്പിക്കുന്ന പാരന്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഉണ്ട്. ഇതല്ല പഠിപ്പിക്കേണ്ടത്, ശരിയായതാ പഠിപ്പിക്കേണ്ടത്. ദീനുൽ ഹഖാണ്, സത്യാധിഷ്ഠിതമായിട്ടുള്ള ദൈവിക മതമാണ് കുട്ടികളെ ചെറുപ്രായത്തിൽ പഠിപ്പിക്കേണ്ടത്. അവരെ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നവരാക്കി, ശരിയായ സമീപനം എടുക്കുന്നവരാക്കി, മനുഷ്യ സമൂഹത്തെ വളരെ സഹിഷ്ണുതയോടുകൂടി അവരുമായി ഇടപഴകുന്ന സ്വഭാവമുള്ള നല്ല മനുഷ്യരാക്കി അവരെ മാറ്റും. അത് തീർച്ചയായിട്ടും നന്മ അവരിൽ വളർത്തിയെടുക്കാൻ അത് ഉപകരിക്കും. കുട്ടികളെ സൽസ്വഭാവികളാക്കി മാറ്റും. മാതാപിതാക്കളെയും അയൽവാസികളെയും സമൂഹത്തെയൊക്കെ സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ട നന്മ ചെയ്തു കൊടുക്കാനൊക്കെ സന്നദ്ധതയുള്ളവരും ഒക്കെ ആയിട്ട് കുട്ടികൾ മാറാൻ ഈ കുഞ്ഞുനാളിലെ വിദ്യാഭ്യാസ പ്രക്രിയ തീർച്ചയായിട്ടും ഉപകരിക്കും. നല്ലത് പഠിപ്പിച്ചാൽ നല്ല ഫലം ഉണ്ടാവും, ചീത്ത പഠിപ്പിച്ചാൽ ചീത്ത ഫലം ഉണ്ടാവും. അത് എന്തിന്റെ പേരിലാണെങ്കിലും. മദ്രസയിൽ കൊണ്ടുപോയിട്ട് വൃത്തികേടുകളാണ് ആരെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ ഒരിക്കലും നല്ല ഫലം പ്രതീക്ഷിച്ചുകൂടാ. നല്ലതാണ് പഠിപ്പിക്കേണ്ടത്. അത് ഏത് സംഗതിയും അങ്ങനെയാണല്ലോ. നല്ലത് എന്ന പേരിൽ മോശമായത് കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ മോശമായത് നൽകുന്ന, മോശം പ്രവൃത്തി കാഴ്ചവെക്കുന്ന ആളുകൾ. ഇപ്പൊ ഒരു പോലീസുകാരൻ എത്ര ഉന്നതമായ ഉത്തരവാദിത്വവും ചുമതലയും കാണിക്കേണ്ട ഒരു പണിയാണ് ഒരു പോലീസുകാരൻ്റെത്. പക്ഷെ അത് ഏറ്റവും വഷളായ രീതിയിൽ ചെയ്യുന്ന പോലീസുകാരില്ലേ? ഏറ്റവും നന്നായി ചെയ്യുന്ന പോലീസുകാരുണ്ടല്ലോ. ഒരു അധ്യാപകൻ സ്കൂളിൽ ഒന്നാലോചിച്ച് നോക്കി, വളരെ പവിത്രമായ ഒരു തൊഴിൽ എന്നുള്ള നിലക്ക് അത് നിർവഹിക്കുന്ന അധ്യാപകരുണ്ട്. അത് ഏറ്റവും വൃത്തികെട്ട സംസ്കാരശൂന്യമായ രീതിയിൽ നിർവഹിക്കുന്ന അധ്യാപകരും ഇല്ലേ? ഇതേപോലെ എല്ലാ സെക്ടറിലും നന്മയും തിന്മയും ഒക്കെ ഉള്ള നിലപാടുകളുള്ള ആളുകൾ ഉണ്ടാകും. അത് മനുഷ്യപ്രകൃതത്തിന്റെ ഭാഗമായിട്ട് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ അങ്ങ് തീ വെച്ച് കത്തിക്കാറില്ലല്ലോ. പോലീസുകാർ മോശക്കാരുണ്ടെന്ന് കരുതി. പോലീസ് സംവിധാനം ആവശ്യമാണ്. അതില് നല്ല ആളുകളാണ്, നന്മയുള്ളവരാണ് പോലീസായിട്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ ഗുണം വളരെയേറെ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് മതവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ. നന്മ അതിലൂടെ തീർച്ചയായിട്ടും ഉണ്ടാകും. ചിലരത് മോശമായിട്ട്, അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലൊന്നും പറയാൻ പറ്റൂല. ചിലര് ഏത് മതത്തിന്റെ പേരിലും വൃത്തികേടുകളുടെ ചെയ്യാനുള്ള അവസരം നോക്കി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിന്ന് വരും. അതിന്റെ പേരിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൂർണ്ണമായി വേണ്ടെന്ന് വെക്കുന്ന ഒരു പരിപാടി ലോകത്ത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇക്കാര്യത്തിൽ എന്നല്ല. ഇപ്പൊ ഒരു രാജ്യത്തിന് ഒരു മിലിറ്ററി ആവശ്യമല്ലേ? ഒരു സൈനിക പരിശീലന കേന്ദ്രം അതുപോലെയുള്ളതൊക്കെ വേണ്ടിവരും. സൈന്യം വളരെ ചുമതലാബോധത്തോടു കൂടി വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണല്ലോ. അവരില് ചില വിടക്ക് എലമെന്റ്സ് ഉണ്ട്. അവര് ഒരു പ്രദേശത്തെ സൈനിക നടപടികൾക്കിടയിൽ അവിടുത്തെ സ്ത്രീകളൊക്കെ വല്ലാതെ ദ്രോഹിക്കുകയും വലിയ അക്രമം അഴിച്ചുവിടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ സൈന്യം തന്നെ വേണ്ടെന്ന് വെക്കും? ഇല്ലല്ലോ. അങ്ങനെയുള്ള ആളുകളെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടുകയോ അവർക്ക് ശിക്ഷ നടപ്പിലാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് സൈന്യത്തെ ശുദ്ധീകരിച്ചെടുക്കുകയല്ലേ ചെയ്യാം. അത് തന്നെയാണ് എല്ലാ കാര്യത്തിലും ചെയ്യേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുന്ന സുന്നത്ത് കല്യാണം അതിന്റെ ഭാഗമല്ലേ എന്നാണ് അതിനോട് ചേർത്ത് ചോദിക്കുന്ന ഒരു കാര്യം. സുന്നത്ത് കല്യാണം നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. സർക്കംസിഷൻ എന്ത് നിലക്കാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ദ്രോഹമായിട്ട് കാണാൻ കഴിയുക എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. എല്ലാ ആംഗിളിലും ഒന്ന് പഠിച്ചു നോക്കൂ. മതപരമായ ആംഗിളിലും അതുപോലെ ശാസ്ത്രീയമായ വീക്ഷണത്തിലും ഒക്കെ സർക്കംസിഷൻ എന്നത് നല്ലതോ ചീത്തയോ? ഇനി നല്ലതോ ചീത്തയോ എന്ന ചോദ്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അത് ഇളംപ്രായത്തിൽ ചെയ്യുന്നതാണോ അതല്ല ഒരു മുതുക്കനായതിന് ശേഷം ചെയ്യണതാണോ നല്ലത് എന്നുള്ളതും പഠിച്ചു നോക്കും. അപ്പം മനസ്സിലാവും. കുട്ടികൾ അറിയുക പോലും ചെയ്യാതെ
ഒരു ഓർമ്മ പോലും ഇല്ലാത്ത വിധത്തില് സർക്കംസിഷൻ പണ്ടും ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ അത് ചെയ്യുമ്പോൾ ഏറ്റവും ലളിതമായി എളുപ്പമായിട്ട് കാര്യം നടക്കും. മുതിർന്ന ഒരാളായി മാറിയതിന് ശേഷം അത് ചെയ്യുക എന്നുള്ളത് ശാരീരികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. പിന്നെ മാത്രമല്ല മനുഷ്യന്റെ സ്വകാര്യതയുടെ ശരീരഭാഗങ്ങളാണല്ലോ ഇതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്തുകൊണ്ട് അത് ചെയ്യേണ്ടി വരുന്നത്. അതിലൊക്കെ ഒരുപാട് ഒരു മാനസിക സംഘർഷത്തിന് ഇടയാക്കുന്ന എലിമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ സർക്കംസിഷൻ നടത്തേണ്ടത്. അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. ആരെയാണ് അത് നിർബന്ധിക്കുന്നത്? കുട്ടികൾക്ക് മുസ്ലിം സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അത് ചെറുപ്രായത്തിൽ ചെയ്യുന്നുണ്ട്. അത് നല്ലതാണ്. അത് നല്ലതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മറ്റൊരു ചോദ്യം, യുക്തി അനുസരിച്ച് ഉണ്ടാകുന്ന സ്വതന്ത്ര ചിന്തയും മതവിമർശനവും ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ലല്ലോ. ഇസ്ലാം വിമർശനം ശിക്ഷ അർഹിക്കുന്ന കുറ്റമാക്കി വെച്ചിട്ടില്ലേ? ഇത് രണ്ടും അബദ്ധമാണ് ഈ പറയുന്നത്. യുക്തി അനുസരിച്ചുണ്ടാക്കുന്ന സ്വതന്ത്ര ചിന്ത വേണ്ടെന്ന് വെക്കാനല്ല, യുക്തിയുടെ അടിത്തറയിൽ സ്വതന്ത്രമായി ചിന്ത ഉള്ളവരായി സത്യം ദർശിക്കുന്നവരായി മാറാനാണ് ഇസ്ലാം സമൂഹത്തോട് മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. മറ്റത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇസ്ലാം വിമർശനം ശിക്ഷ അർഹിക്കുന്ന ഒരു സംഗതി ആണോ എന്ന് ചോദിച്ചാൽ ഇസ്ലാം അങ്ങനെ ഇസ്ലാം വിമർശിക്കുന്നത് കുറ്റകരമായ ഒരു സംഗതിയായിട്ട് വെച്ചിട്ടേ ഇല്ല. അത് എവിടെയും വെച്ചിട്ടില്ല. ഇസ്ലാമിനെ തുറന്ന മനസ്സോട് വിമർശന ബുദ്ധിയെ സമീപിച്ച് അത് സത്യം ആണോ അല്ലേ എന്നത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്നവരായി മാറാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ സമൂഹത്തിൽ ദ്രോഹങ്ങൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന തരം ആളുകളുണ്ട്. അവരുടെ സതുദ്ദേശപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കലോ അല്ലെങ്കിൽ വിമർശന പഠനമൊന്നുമല്ല. ഇപ്പോ നിങ്ങൾ തന്നെ ഈ വേദിയിൽ ഒരു 4-5 വർഷങ്ങളായിട്ട് ഈ ചോദ്യം ഉന്നയിച്ച ആളെ എനിക്ക് അങ്ങനെ പേരുകൊണ്ടറിയാം. അദ്ദേഹം 4-5 വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള ഒരു ധാരാളം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇസ്ലാം അദ്ദേഹത്തിന് വല്ല വിലക്കും ഏർപ്പെടുത്തിയോ? എത്രയോ ചോദ്യങ്ങൾ അയാൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അത് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. അയാളുടെ കഴുത്തിന് മീതെ ശിരസ് ഉണ്ടല്ലോ എപ്പോഴും. അപ്പൊ അത് ഇസ്ലാം വിലക്കിയ ഒരു സംഗതിയല്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിമർശന ബുദ്ധിയ കാര്യങ്ങളെ പഠിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, ഇസ്ലാം ശരിയാണ് എന്ന പ്രചാരണം ശരിയാണോ? ഉൽപ്പത്തി സിദ്ധാന്തം തന്നെ ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്ലാം ശരിയാണ് എന്ന പ്രചാരണമല്ല, എന്ന വസ്തുതയാണ് അത് കേവലം പ്രചാരണമല്ല. അത് നിങ്ങൾ പഠിച്ചു നോക്കാൻ സന്നദ്ധത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഉൽപ്പത്തി സിദ്ധാന്തം തന്നെ ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ച്, മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ഖുർആൻ പറയുന്ന കാര്യം ശരിയല്ല എന്നാണ് ഈ ചോദ്യം ഉന്നയിക്കുന്ന ആൾ പറയുന്നത്. അയാൾക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയാൾ തീരുമാനിക്കട്ടെ. അയാളുടെ ബുദ്ധിയും കഴിവും ഒക്കെ പ്രയോജനപ്പെടുത്തി സത്യസന്ധമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തട്ടെ. അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്കത് തന്നെ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ. മറ്റൊരു ചോദ്യം, ഭുജം ഉത്ഭവിക്കുന്ന അവയവത്തെ പറ്റി പറയുന്നതും തെറ്റാണ്. സൂര്യന്റെ രാത്രി വിശ്രമം തുടങ്ങിയ കാര്യങ്ങളും പരവതാനി പോലുള്ള ഭൂമിയും ആണിയായ മലകളും അങ്ങനെ എന്തെല്ലാം അശാസ്ത്രീയ കാര്യങ്ങൾ വേറെയും കാണാം എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്ന കാര്യം. ഈ ഭുജം ഉത്ഭവിക്കുന്ന അവയവത്തെ പറ്റി പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല, എനിക്ക് മനസ്സിലായിട്ടുമില്ല. ഭുജം എന്ന് പറയുന്നത് കൈ, തോള്, ശരീരത്തിന്റെ അങ്ങനെയുള്ള കൈത്തണ്ട പോലെയുള്ള ആ ഭാഗത്തിനെയാണ് ആ പദം സൂചിപ്പിക്കുന്നത്. അത് ഉത്ഭവിക്കുന്ന അവയവത്തെ പറ്റി എന്താണ്, ഇവിടുന്നാണ് അത് ഉത്ഭവിക്കുന്നത് എന്നുള്ളത് ചോദ്യം എന്താണെന്ന് മനസ്സിലാവണില്ല. പിന്നെ രാത്രി വിശ്രമം നടത്തുന്ന സൂര്യൻ എന്ന് പറയുന്ന സംഗതി ഈ ചോദ്യം ഉന്നയിച്ച ആള് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അബദ്ധമാണ്. അയാള് ഖുർആനിലെ ആയാത്തുകളെ തെറ്റായി മനസ്സിലാക്കി വെച്ചിട്ട് ആ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ രാത്രി വിശ്രമിക്കുന്നു എന്ന വിധത്തിൽ ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അത് ഞാൻ പലതവണ വ്യക്തമാക്കിയിട്ടും ഉള്ളതാണ്. പിന്നെ ഭൂമിയെ പരവതാനി പോലെ ആക്കി എന്നത് അദ്ദേഹത്തിന് സ്വീകാര്യമാവണില്ല എങ്കിൽ ഭൂമിയെ സാഹിത്യത്തില് മെറ്റഫർ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞാല്
അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ടാണ് കമ്പയർ ചെയ്യുക. അതില് ഒരേപോലെ നമ്മൾ കാണുന്ന ഒരു സംഗതി, ഇപ്പം ഭൂമിയെ പരവതാനിയെ പോലെ ആക്കി എന്ന് പറയുമ്പോൾ ഭൂമിയും പരവതാനിയും ഒരേപോലെ കാണപ്പെടും എന്നല്ല എന്റെ അർത്ഥം. പരവതാനി വിരിച്ച ഒരു പ്രതലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നും, കംഫർട്ടബിൾ ആയിട്ട് അനുഭവപ്പെടും. ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന് കംഫർട്ടബിൾ ആയിട്ട് തോന്നും. ഇതാണ് ആ താരതമ്യം. പരവതാനിയിൽ കാല് വെച്ചാൽ അനുഭവപ്പെടുന്നത് കംഫർട്ടാണ്. അതുപോലെ ഭൂമിയിൽ മറ്റേത് ഗോളങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭൂമിയിൽ മനുഷ്യൻ കാലെടുത്ത് വെച്ചാൽ അവന് ജീവിക്കാന്, അവിടെ നിൽക്കാന്, കഴിയാന് ഒക്കെ തോന്നുന്ന അത്രയും കംഫർട്ടബിൾ ആണത്. ഇതുപോലെ കംഫർട്ട് ഗിവിംഗ് ആയിട്ടുള്ള ഒരു പ്രതലം വേറെ ഗോളങ്ങളിലും മനുഷ്യന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതാണ് വസ്തുത. അത് നിങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ട് ഈ ശാസ്ത്രം അറിയില്ലെങ്കിൽ സാഹിത്യ രീതികളെങ്കിലും മനസ്സിലാക്കി വെക്കണം. ഈ പരോക്ഷമായി കമ്പയർ ചെയ്യണത് രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ വേണ്ടിയല്ല, രണ്ടിലും സാദൃശ്യമുള്ള ഒരു തലമുണ്ട് എന്നതും മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. പരവതാനി എന്ന് പറയുമ്പോൾ അതിന്റെ നിറവും സോഫ്റ്റ്നെസ്സും കാലിനുള്ള കംഫർട്ടും ഒക്കെ ആണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? ഇപ്പുറത്ത് ഭൂമിയുടെ ഒരു ആകർഷണീയതയും മനുഷ്യന് കംഫർട്ട് നൽകുന്ന ഒരു സംഗതിയാണ്. ആ ഒരു തലത്തിലാണ് അതിനെ ഒന്ന് മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശ്യം എന്നത് വ്യക്തമാകും. പിന്നെ വേറൊരു ചോദ്യം, വിശ്വാസികളെ കബളിപ്പിക്കാൻ പൊതുവെ മതങ്ങളും രാഷ്ട്രീയക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നതാണത്. അങ്ങനെ എല്ലാം ഉത്തരവാദിത്വത്തിൽ നിന്നും കൈകഴുകാം. അപ്പൊ ജീവിതത്തിലെ തിരിച്ചടികളോ പ്രതികൂലമായ അനുഭവങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെ എന്ത് വിളിക്കണം? വിശ്വാസികള് അതിനെ പരീക്ഷണം എന്ന് പറയുന്നു എന്ന് വെക്കുക. നിങ്ങൾ എന്ത് വിളിക്കും? ജീവിതത്തിൽ ഒരു പ്രാതികൂല്യമുള്ള അനുഭവം ഉണ്ടായാൽ അതിനെ ജീവിതത്തിന്റെ എന്താണെന്നാണ് നിങ്ങൾ പറയുക? എന്തെങ്കിലും ഒരു പേര് പറയണ്ടേ? അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പരീക്ഷണമായിട്ട് മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നില്ല. നിങ്ങൾ എന്തായിട്ടാണ് അതിനെ കാണുന്നത്? അത് നിലനിൽക്കുന്നതല്ല, കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് നീങ്ങിപ്പോവും. അതിന് പരിഹാരം നിങ്ങൾ തന്നെ കണ്ടെത്തും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടായി വരും. അങ്ങനെയുള്ള ഒരു സംഗതിക്ക് ഒരു ടെസ്റ്റിംഗ് ടൈം ആയിട്ട് നിങ്ങൾ അതിനെ അനുഭവിക്കുകയാണ്. പ്രളയം ഉദാഹരണത്തിന്, വരൾച്ച വേറൊരു ഉദാഹരണം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത് ജീവിതത്തെ ഒരു പരീക്ഷണമായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിലെ ചില പരീക്ഷണ സ്വഭാവമുള്ള അനുഭവങ്ങളായിട്ട് അതിനെ കാണേണ്ടി വരും. അതാണ് അതിന്റെ സ്വാഭാവികത. വേറെന്ത് പേരാണ് നിങ്ങൾ അതിന് വിളിക്കുക? നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു അസ്വീകാര്യത കാര്യങ്ങളോടുള്ളത് എല്ലാറ്റിലും പ്രകടിപ്പിക്കുന്നു എന്നേ ഇതില് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. മറ്റൊരു ചോദ്യം, നമ്മളെ ഉപദ്രവിക്കുന്നവരോടും നമ്മൾ നന്ദി കാണിക്കണം എന്ന് പറയുമോ? ആ ദ്രോഹപ്രവൃത്തികൾ ചെയ്യാൻ അവർക്ക് സാധിച്ചത് അള്ളാഹു അവർക്ക് അങ്ങനെ ചെയ്യാൻ സാഹചര്യം നൽകിയത് കൊണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ ആ ദ്രോഹപ്രവൃത്തികൾക്ക് അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കണം എന്നാണ്, നന്ദി കാണിക്കണം എന്നാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് നമുക്ക് അള്ളാഹു അങ്ങനെ സാഹചര്യം ഒരുക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു ചിലർക്ക് നമ്മളെ ദ്രോഹിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടല്ലേ? അപ്പൊ അങ്ങനെ ദ്രോഹം ചെയ്തതിന്റെ പേരിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്നാണ് ഇവിടെ ചോദ്യം. ചില തിക്താനുഭവങ്ങള് അല്ലെങ്കിൽ ദുരിതപൂർവമായ അനുഭവങ്ങള് നമുക്ക് തന്നെ ഗുണമായിട്ട് മാറിയിട്ടുണ്ടാകും. ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. ജീവിതത്തിൽ വലിയ തിരുത്തലുകൾ വരുത്തും. അപ്പൊ ഈ തിരുത്തൽ വരുത്തുന്നതിന് കാരണമായത് ആ നെഗറ്റീവായ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അത്തരം ചില നന്മകൾക്കുള്ള സാധ്യതകളും അതിൽ അടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ഉപദ്രവം എന്ന് തോന്നുന്ന തരം കാര്യങ്ങൾ പോലും ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവം എന്ന് പേര് വിളിക്കാവുന്ന വിധത്തിലുള്ളതായാലും ദൗർഭാഗ്യകരമായത് എന്ന വിധത്തിൽ കാണാവുന്നതായാലും ഇതൊക്കെയും തന്നെ സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അതിന്റെ പേരിൽ അള്ളാഹുവിനോട് ഹംദ് നടത്തുകയാണ് ചെയ്യുക. അൽഹംദുലില്ലാ എന്ന് പറയുകയാണ് ചെയ്യുക. കാരണം അതൊരു നിലപാടിന്റെ വിഷയമാണ്.
നമ്മളൊരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ആ നിലക്ക് അതിനെ സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവായ അനുഭവങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് വിരോധം ഉണ്ടാവുക എന്നുള്ള ഒരു സംഗതി ഉണ്ടാവില്ല. നമ്മൾ കൂടുതൽ വിനയമുള്ളവരായിട്ടും അതുപോലെ ജാഗ്രതയും ശ്രദ്ധയും ഉള്ളവരൊക്കെ ആയിട്ടും മാറും. അതുപോലെ അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നവരായിട്ടും മാറുകയാണ് ചെയ്യുക എന്നതാണ് വസ്തുത. അതുകൊണ്ട് പ്രത്യക്ഷത്തില് ഉപദ്രവകരമായി തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതില് അള്ളാഹുവിനെ സ്തുതിക്കാനും അള്ളാഹുവിനെ ശുക്ർ ചെയ്യാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും. ഞാൻ അതിന്റെ ബാക്കി തലങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് സംസാരിക്കാം. ഇതെല്ലാം ഒരാൾ സ്വയം നടത്തുന്ന അവകാശവാദങ്ങളല്ലേ എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം. അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഒരാൾ സ്വയം നടത്തുന്ന അവകാശവാദം അല്ലേ എന്ന് ചോദിച്ചാൽ അവകാശവാദം ആണ് എന്ന് പറയാം. നമുക്ക് തർക്കത്തിന് വാദത്തിന് വേണ്ടി അതുപോലെ ശരിയാണോ എന്ന് പരിശോധിക്കേ വേണ്ടതുള്ളൂ. ഒരാൾ ഒരു അവകാശവാദം ഉന്നയിച്ചു എന്നതിന്റെ പേരിൽ അത് വസ്തുത ആവണമെന്നില്ലല്ലോ. വസ്തുത ആണോ എന്ന് പരിശോധിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അത് മുഖവിലേക്ക് എടുക്കണോ വേണ്ടേ എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. അവകാശവാദങ്ങള് ചിലത് ശരിയാവും, ചിലത് തെറ്റാവും. തെറ്റായ അവകാശവാദങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതില്ലല്ലോ, ആരുടേതായാലും. പ്രപഞ്ചനാഥനായ റബ്ബ് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നത് നിങ്ങൾ ആദ്യം തെളിയിക്കുക, എന്നിട്ടാവാം. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് എന്താണ് തെളിവ് എന്നല്ലേ? ഈ പ്രപഞ്ച സംവിധാനത്തിലുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടേതാണ് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരുണ്ടാക്കിയതാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ. എല്ലാം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ വിധത്തിൽ സജ്ജീകരിക്കപ്പെട്ടതായിട്ട്. അതാണ് അതിനൊക്കെ ഒരു കേന്ദ്രീകൃതമായ ആസൂത്രണം നിർവഹിച്ച ഒരുവനുണ്ട് എന്ന ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തുന്നത്. അതിന് എന്താ കുഴപ്പം? അതിനല്ലേ സ്വാഭാവികമായൊരു സമീപനം അക്കാര്യത്തിൽ. അപ്പോ ഇതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിനുള്ള തെളിവ് അത് ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ്. നിങ്ങളുണ്ട് എന്നതിനുള്ള തെളിവ്, നിങ്ങളുണ്ട് എന്നത് നിങ്ങളെ സൃഷ്ടിച്ച ഒരുവനുണ്ട് എന്നതിനുള്ള തെളിവാണ്, അല്ലെ? ഇവിടെ നമ്മളെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു പാത നല്ല ഒരുക്കി വെച്ചിട്ടുള്ള ഒരു വാഹനം പോകാൻ പറ്റുന്ന നല്ലൊരു പാത ഉണ്ടെന്ന് വെക്കുക. അതുണ്ട് എന്നത് തന്നെ അത് ഉണ്ടാക്കിയ ചിലരുണ്ട് എന്നതിനുള്ള തെളിവാണല്ലോ. അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഞാനും നിങ്ങളും ഉണ്ട്. എന്റെ ധമനികളിൽ രക്തം ഒഴുകുന്നുണ്ട്, എന്റെ ദഹന വ്യവസ്ഥ പ്രവർത്തിക്കുന്നുണ്ട്, എന്റെ മുടി വളരുന്നുണ്ട്, എന്റെ നഖം വളരുന്നുണ്ട് എന്നതൊക്കെ തന്നെ ഇവയെ അങ്ങനെ സജ്ജീകരിച്ചൊരുക്കിയ ആസൂത്രണം ചെയ്ത ഒരുവനുണ്ട് എന്നതിനുള്ള തെളിവാണ്. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് ആ ചോദ്യം. മറ്റൊരു ചോദ്യം, അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവാണ് എന്നതിന് എന്താണ് തെളിവ് എന്നാണ്. പ്രപഞ്ച സൃഷ്ടാവാണ് അള്ളാഹു എന്നതിനുള്ള തെളിവ് നിങ്ങളും ഞാനും ഒന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടില്ല എന്ന നമ്മുടെ അറിവുണ്ടല്ലോ. എന്നെ പോലെയുള്ളവരോ നിങ്ങളെ പോലെയുള്ളവരോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടില്ല എന്നത് നമുക്ക് അറിയുന്നുണ്ട്. പ്രപഞ്ചം ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മളുടെ മുന്നിൽ ഉണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ സൃഷ്ടിച്ച ഒരുവനുണ്ട്, അതിനെ ആസൂത്രണം ചെയ്ത ഒരുവനുണ്ട്. ആ ഒരുവന് അള്ളാഹു എന്ന് നമ്മൾ പേര് വിളിക്കുന്നു. നിങ്ങൾ വേറെ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. എക്സ് എന്നോ വൈ എന്നോ വേറെ എന്ത് പേര് നിങ്ങൾ വിളിച്ചാലും കുഴപ്പമില്ല. പ്രപഞ്ചം എന്നത് ഇവിടെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പിന്നിലൊരു ആസൂത്രണമുണ്ട്, ആസൂത്രകനും ഉണ്ട്. അതാണ് അതിനുള്ള തെളിവ്. അള്ളാഹു അപ്പോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഉള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കൈകാര്യം ചെയ്യാം. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.